എല്ലാവർക്കും നമസ്കാരം. പാർലമെന്റിലെ ഒരു കാഴ്ച. ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറയുന്നു, ഞാൻ വരില്ലെന്നല്ല, ഞാൻ ഇരിക്കാം, എല്ലാ ചോദ്യത്തിനും മറുപടി തരാം, 24 മണിക്കൂർ ചർച്ച നടത്താം. ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രതിപക്ഷം എന്താ ചെയ്തത്? ചർച്ചയ്ക്ക് തയ്യാറായോ? ഇല്ല. ഞങ്ങൾക്ക് താങ്കളുടെ പ്രഭാഷണം വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഒളിച്ചോടി എന്ന് ആരോപിച്ചവർ തന്നെ അദ്ദേഹം നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വൈരുദ്ധ്യത്തിനെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇതിലെ ആരോപണം, മറുപടി, അതിലെ നിരാസം, പിന്നെ കിരൺ റിജിജുവിൻ്റെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും നോക്കാം. ഈ മൺസൂൺ സമ്മേളനത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടും പിന്നീടുള്ള വിദ്യാർത്ഥി പ്രതിഷേധവും പോലീസ് നടപടിയുമെല്ലാം വലിയ വിവാദമായി എന്ന് നമുക്കറിയാം. പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെടുകയും ചെയ്തു. അമിത്ഷാ ജവാബ് ദോ എന്ന മുദ്രാവാക്യം ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രകടനം നടത്തി. ഇതിനിടയിൽ ഷായെ പാർലമെന്റിൽ കാണുന്നില്ല എന്നുള്ള ആരോപണം അതിശക്തമായി. അദ്ദേഹത്തിനെ കാണാതായി, അദ്ദേഹം ഓടിപ്പോയി, അദ്ദേഹം ഫ്യൂജിറ്റീവാണ് തുടങ്ങിയ വാക്കുകളാണ് പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് നിരന്തരം ഉയർന്നു കേട്ടത്. വളരെ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ്. കാരണം അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നാണ് പ്രതിപക്ഷം പറയാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇന്നലെ അമിത്ഷാ നേരിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഈ പാർലമെൻറ്റ് സെഷൻ തുടങ്ങിയത് മുതൽ താൻ പാർലമെൻറ്റിൽ സ്ഥിരമായി വരുന്നുണ്ട്, തൻ്റെ ചേംബറിൽ ഇരിക്കാറുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഇരു സഭകളും പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് സഭയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തായാലും ആഭ്യന്തരമന്ത്രി സഭയിൽ വരേണ്ടതാണ്, ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടതാണ്, അതിന് മറുപടി പറയേണ്ടതാണ്. അത് ഈ ഒരു സെഷനിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യവുമാണ്. എന്തായാലും പിന്നീട് ശ്രീ അമിത്ഷായുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടത് ഒരു വെല്ലുവിളിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് നിങ്ങൾ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കുക. 3 മണി മുതൽ നാളെ 3 മണി വരെ 24 മണിക്കൂർ ഈ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങൾ സഭയിൽ തന്നെ ഇരിക്കും, ഞാനവിടെ ഇരിക്കും, നിങ്ങളെല്ലാവരും പറയുന്നത് കേൾക്കും, ഓരോ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയും. ചോദ്യോത്തര വേള പോലും സസ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, അതിന് സ്പീക്കറുടെ അനുമതി വേണം എന്നത് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വെറും വാക്കായിരുന്നില്ല. അമിത്ഷാ ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് കത്തെഴുതുകയും ചെയ്തു. ആ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് സമ്മതമാണ് എന്ന് അറിയിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ സെഷനിൽ തന്നെ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻമെൻറ്റ് ബിൽ ചർച്ച ചെയ്ത സമയത്ത് ഒരു പ്രതിപക്ഷ അംഗം പോലും നീറ്റ് വിഷയം അന്ന് ഉന്നയിച്ചില്ല എന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ഒരു സുപ്രധാന പോയിന്റാണ്. ബന്ധപ്പെട്ട ഒരു ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ വിഷയം അപ്പോൾ ഉന്നയിക്കാതെ പിന്നീട് ചർച്ച വേണം എന്ന് തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇനിയാണ് ഇതിലെ ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ ഭാഗം. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അമിത്ഷായുടെ ഈ വെല്ലുവിളിയോട് പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കുക. ശ്രീ അമിത്ഷായ്ക്ക് പാർലമെൻറ്റിലേക്ക് വരാനായിട്ടുള്ള ധൈര്യമില്ല, അദ്ദേഹം ഇവിടെ വരുന്നില്ല, ഇവിടുത്തെ നടപടികളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നൊക്കെ ആരോപിച്ചിരുന്ന ആൾക്കാരാണ് അമിത്ഷാ നേരിട്ട് വന്ന് 24 മണിക്കൂർ സഭയിൽ ഇരിക്കാമെന്നും ഓരോ ചോദ്യത്തിനും മറുപടി പറയാമെന്നും പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു ഓഫർ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അത് കേൾക്കുന്ന നിമിഷം തന്നെ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ പിന്മാറുകയാണ്. സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ ആവശ്യം ഇവിടെ ഒരു ചർച്ചയായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. മറിച്ച് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരുന്ന ഒരു പ്രസ്താവനയാണ് അവർ നടത്താനായിട്ട് ഉദ്ദേശിച്ചത്. ചട്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ് വേണ്ടത്. മറിച്ച് സ്വന്തം നിബന്ധനകൾക്കനുസരിച്ചുള്ള ഒരു പരിമിതമായിട്ടുള്ള മറുപടിയാണ് അമിത്ഷായിൽ നിന്ന് അവർ ആഗ്രഹിച്ചത്. അമിത്ഷാ തന്നെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ചിലർ പറയുന്നു ഒരു പ്രസ്താവന തരുമെന്ന്, ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങളുടെ രീതിയായിരിക്കാം, പക്ഷേ പാർലമെൻ്ററി രീതി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചട്ടപ്രകാരമുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ പിന്മാറുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവുമാണ്. ഈ വിഷയത്തിൽ പാർലമെൻ്ററി കാര്യമന്ത്രി ശ്രീ കിരൺ റിജിജു അദ്ദേഹത്തിൻ്റെ നിരാശ മറച്ചുവെച്ചില്ല. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. സർക്കാർ അങ്ങോട്ട് പറയുന്നു ചർച്ച വേണമെന്ന്, പ്രതിപക്ഷം അതിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇത് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. കാരണം ജനാധിപത്യത്തിൽ ചർച്ച ആവശ്യപ്പെടേണ്ടത് പ്രതിപക്ഷമാണ്, മറുപടി നൽകേണ്ടത് സർക്കാരാണ്. ഇവിടെ ഈ രണ്ടാൾക്കാരുടെയും റോൾസ് മാറിയിരിക്കുകയാണ്, വേഷങ്ങൾ മറിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് ചട്ടങ്ങളെക്കുറിച്ച് അഥവാ റൂൾസ് ഓഫ് ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പാർലമെൻറ്റിൽ ഏത് മന്ത്രി എപ്പോൾ വരണം, ഏത് വിഷയത്തിൽ ചർച്ച നടക്കണം എന്നത് ഒറ്റയടിക്ക് ഒരു മന്ത്രിക്ക് സ്വന്തമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് തീരുമാനിക്കുന്നത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ്. സ്പീക്കറുടെ അധ്യക്ഷതയിൽ
ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കക്ഷി നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് അത് തീരുമാനിക്കുന്നത്. ഏത് ബില്ലിന് ഏത് ചർച്ചയ്ക്ക് എത്ര സമയം വേണമെന്നത് ഈ സമിതി യോഗം ചേർന്നാണ് തീരുമാനിക്കുന്നത്. അമിത്ഷായുടെ കത്തിൽ തന്നെ പറയുന്നത് ഈ ഒരു സമിതി യോഗത്തിൽ കിരൺ റിജിജു നേരത്തെ തന്നെ ഈ ചർച്ചയ്ക്ക് സമ്മതിച്ചിരുന്നു എന്നാണ്. അതായത് നടപടിക്രമം അനുസരിച്ചുള്ള അംഗീകാരം നേരത്തെ തന്നെ ഈ ചർച്ചയ്ക്ക് ലഭിച്ചതാണ്. അതിനുശേഷം വീണ്ടും തെരുവിൽ ചർച്ച വേണം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത് ഭീരുത്വമാണ്, നടപടിക്രമത്തിൻ്റെ തന്നെ ദുരുപയോഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ സഭയിലെ ഹാജർ പരിശോധിക്കുന്നത് ചോദ്യോത്തരവേളയുടെ ഷെഡ്യൂൾ, ക്യാബിനറ്റ് ചുമതലകൾ, സഭയുടെ ലിസ്റ്റ് ഓഫ് ബിസിനസ് എന്നീ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഇത് പാർലമെൻ്ററി കാര്യ മന്ത്രാലയവും സ്പീക്കറുടെ ഓഫീസും ചേർന്നാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി ഒളിച്ചോടി എന്ന് ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക കൂടിയാണ് ഇവിടെ പ്രതിപക്ഷം ചെയ്തത്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നത് ശ്രീ രാഹുൽ ഗാന്ധിയും കൂട്ടരുമാണ് പരിശോധിക്കേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ രീതി നമ്മുടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. 2023 മണിപ്പൂർ വിഷയവും ഇതേ സമാനമായ സാഹചര്യമാണ് പാർലമെൻറ്റിൽ സൃഷ്ടിച്ചത്. അന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ശ്രീ അമിത്ഷാ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ആ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നുവെന്ന് BJP അന്നും ആരോപിച്ചിരുന്നു. 2024 അംബേദ്കർ പരാമർശ വിവാദമുണ്ടാകുന്ന സമയത്തും സഭ സ്തംഭിപ്പിച്ചത് ചർച്ചയ്ക്ക് പകരം മുദ്രാവാക്യം വിളിയിലൂടെയായിരുന്നു. ഇത് കാണിക്കുന്നത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം തന്ത്രത്തിലേക്കാണ്. അവർക്ക് മീനിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ്, ഒരു ഡിസ്കഷൻ, ഒരു ഡെലിബറേഷൻ അത് പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്നുള്ള താല്പര്യമില്ല. മറിച്ച് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് റൂൾസ് ഓഫ് ബിസിനസ്സിന് വിരുദ്ധമായിട്ടാണെങ്കിലും അപ്പോൾ തന്നെ ചർച്ച ചെയ്യണം എന്നൊരാവശ്യം കൊണ്ടുവരിക. എന്നിട്ട് ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് സർക്കാർ പറയുകയും 24 മണിക്കൂർ അവിടെ ഒരു ദിവസം 3 മണി മുതൽ അടുത്ത ദിവസം 3 മണി വരെ ഇരിക്കാം, എല്ലാ ചോദ്യങ്ങളും കേൾക്കാം, മറുപടി നൽകാം എന്ന് പറയുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും ഇതിന് അവസാനം ശ്രീ അമിത്ഷാ തന്നെ പറഞ്ഞത് ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ഓടിയൊളിക്കുന്നത് എന്നാണ്. സത്യത്തിൽ ആ ചോദ്യത്തിന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെടുന്ന സമയത്ത് ചട്ടപ്രകാരമുള്ള നടപടിക്രമം പിന്തുടരുമ്പോൾ മറുപടി പറയാൻ തയ്യാറാകുന്ന ഒരു മന്ത്രിയെ നേരിടേണ്ടി വരുമ്പോൾ പിന്മാറുന്നത്, ഓടിയൊളിക്കുന്നത്, ഭീരുത്വം കാട്ടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് ഒരു യഥാർത്ഥ ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ, ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയും താല്പര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ നാട്ടിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ, ഇവിടെ AK-47 പെല്ലറ്റ് ഗണ്ണോ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണോ എന്നുള്ള ചോദ്യത്തിന് മന്ത്രിയിൽ നിന്ന് തന്നെ മറുപടി കിട്ടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ചട്ടപ്രകാരമുള്ള ചർച്ചയേക്കാൾ മികച്ച വേദി വേറെ ഉണ്ടാകുമായിരുന്നില്ല. തന്നെയുമല്ല, ഇതെല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്, അതൊക്കെ യൂട്യൂബിൽ ആർക്കൈവ് ചെയ്യപ്പെടുന്നതുമാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ആ വേദി വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ അത് നിരസിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കിരൺ റിജിജു പറഞ്ഞതുപോലെ സർക്കാർ അങ്ങോട്ട് ചർച്ച ചോദിക്കുകയും പ്രതിപക്ഷം അതിൽ നിന്ന് ഓടിയൊളിക്കുകയും ചെയ്യുന്ന കാഴ്ച ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമാണ് കോൺഗ്രസിനോടും ശ്രീ രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ജെനുവിനായിട്ടുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അതിക്രമം അവിടെ നടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ ആ കാര്യം സർക്കാരിനോട് ചോദിക്കുന്നതിനും വിശദീകരണം തേടുന്നതിനും അവരെ അക്കൗണ്ടബിൾ ആക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. അത് കളഞ്ഞു കുളിച്ചിട്ട് എന്ത് തരത്തിലുള്ള ജനാധിപത്യത്തിനെക്കുറിച്ചാണ്, എന്ത് തരത്തിലുള്ള സർക്കാർ ഭീരുത്വത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നെനിക്ക് സത്യമായി മനസ്സിലാകുന്നില്ല. ഇവിടെ ജനങ്ങൾക്കറിയാം ഓടിയൊളിച്ചത് നിങ്ങളാണ്. അത് നല്ലതല്ല എന്ന് മാത്രം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.